ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് ഷൂട്ടിങ്ങിന് അതിൻ്റെ 5ാമത്തെ ദിവസം തന്നെ ഷൂട്ടിംഗ് ആരംഭിച്ചു. അപ്പോൾ ഷൂട്ടിംഗ് കാണാൻ വരുന്നവരാണെങ്കിലും ലൊക്കേഷനിൽ ഉണ്ടായിരുന്ന ചുറ്റുമുള്ള ആളുകളാണെങ്കിലും അവരെല്ലാവരും അടുത്ത് വന്നിട്ട് എല്ലാം ഓക്കെ എന്ന് പറഞ്ഞിട്ടുള്ള സപ്പോർട്ടാണ് എനിക്ക് തന്നിട്ടുള്ളത്. അത് കഴിഞ്ഞ് ഞാൻ സൈഗാർഡിൻ്റെ ഷൂട്ടിന് വേണ്ടി കോഴിക്കോട് പോയപ്പോഴും അവിടെ ദൂരെ നിന്ന ആൾക്കാർ ഷൈന ഓക്കെ ആണല്ലോ, ഒന്നും പ്രശ്നമില്ല, ആ രീതിയിലാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആളുകൾക്ക് അത് എന്താണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ അവരുള്ളിൽ അങ്ങനെ ഒരു എല്ലാം എന്തായാലും മാറുമല്ലോ, ആ ടൈം കഴിയുമ്പോൾ അതെല്ലാം ഓവർകം ചെയ്ത് അതിന് പുറത്തു വരാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. ആദ്യം കുറച്ച് അല്ലെങ്കിൽ ആ സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. എന്തായാലും ഒരു അടി അടിച്ചാൽ അതിൻ്റെ വേദന ഉണ്ടാവുമല്ലോ എന്തായാലും. പക്ഷെ ആ വേദന സ്ഥിരം ഉണ്ടാവില്ലല്ലോ, അത് കുറച്ച് കഴിഞ്ഞാൽ മാറും. അതേപോലെ ഒരു എഫക്റ്റ് ഉണ്ടാവും അതിന്. ജീവിതവും സിനിമേനെയും രണ്ടും വ്യത്യസ്തമാക്കി കാണാൻ, അല്ലെങ്കിൽ രണ്ടായിട്ട് കാണാൻ പറ്റില്ല. കാരണം എൻ്റെ ജീവിതത്തിൽ തന്നെയാണ് ഇതൊക്കെ നടക്കുന്നത്. അപ്പോൾ ഇതൊന്ന് എല്ലാം നമുക്ക് പഠിക്കാനുള്ളതാണ്, അല്ലെങ്കിൽ എല്ലാം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനുള്ളതാണ്, എല്ലാം നമുക്ക് നേരിട്ട് അറിയാനും കാണാനുള്ളതുമാണ്. എല്ലാം അതിനെ ഒന്നും മാറ്റി നിർത്താനൊന്നുമില്ല. ഇപ്പോൾ തേങ്ങയിൽ നിന്ന് എന്താണ് നമുക്കൊന്നും മാറ്റി നിർത്താനില്ല. അതിൻ്റെ ചിരട്ട ഉപയോഗിക്കാം, അതിൻ്റെ കഴമ്പ് ഉപയോഗിക്കാം, വെള്ളം ഉപയോഗിക്കാം, ചകിരി ഉപയോഗിക്കാം. ചകിരി മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൊന്നുമില്ലല്ലോ. ഇവിടെ ഈ മാധ്യമങ്ങൾ തന്നെയാണ് ഇതിഹാസ എന്ന് പറയുന്ന പടത്തിനെയും അല്ലെങ്കിൽ എന്നെയും അവരുടെ ചാനലിലൂടെ തന്നെയാണ് അവർ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോഴും അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല. അവർ തന്നെയാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ അവർ തന്നെയാണ് ചെയ്യേണ്ടത്. അത് അവരുടെ ജോലിയുടെ ഭാഗമായിട്ടാണ് ഞാൻ കരുതുന്നുള്ളൂ. അത് വേറെ ആരും ചെയ്യാനില്ലല്ലോ. അപ്പോൾ അത് അവരുടെ പാർട്ട് ഓഫ് ദ ജോബ് അല്ലെങ്കിൽ പാർട്ട് ഓഫ് ദ ഗെയിമാണ്. അതെനിക്ക് എഴുതാനുള്ളൊരു അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല. അത് എഴുതേണ്ടതായിട്ടുള്ളൊരു നമ്മൾ കുട്ടിക്കാലത്തെ കുറിച്ചിട്ടാണ് എനിക്ക് കുറച്ചും കൂടി കൂടുതൽ ഓർമ്മയുള്ളത്. കുറച്ചും കൂടി കാലം കഴിയുമ്പോഴായിരിക്കും എന്തൊക്കെയാണ് നടന്നതെന്നുള്ളതിൻ്റെ ഒരു കറക്റ്റ് പിക്ചർ എനിക്ക് ചിലപ്പോൾ കിട്ടുള്ളൂ. ഇപ്പോൾ ചിലപ്പോൾ ഞാൻ എനിക്കുണ്ടായ ഇമോഷൻ്റെ പുറത്തായിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും സംസാരിക്കുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും പറയുന്നതോ. അതിൻ്റെ കറക്റ്റ് പിക്ചർ എന്താണെന്നുള്ളത് എനിക്ക് കുറച്ച് കഴിയുമ്പോഴായിരിക്കും മനസ്സിലാവുക. നമുക്കതിൻ്റെ സീരിയസ്നെസ്, അല്ലെങ്കിൽ പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്തിരുന്ന കോപ്പി അടിച്ചിരുന്ന, അല്ലെങ്കിൽ ടീച്ചർമാരുടെ അടുത്ത് കള്ളം പറഞ്ഞിരുന്ന, അല്ലെങ്കിൽ ചെയ്തിരുന്ന കുസൃതികളും ഓഫീസിൽ പിടിച്ചു കൊണ്ടുപോയി നമുക്ക് അടി കിട്ടുന്ന അവസ്ഥയൊക്കെ നമ്മൾ ഭയങ്കര ആ സമയത്ത് ടെൻഷൻ അടിച്ചിരുന്നു. ഇപ്പോൾ നമുക്ക് ഇവിടെ ഈ സമയത്തിരുന്ന് നോക്കുമ്പോൾ അതിലെന്തൊക്കെയാണ് ശരി എന്തൊക്കെയാണ് തെറ്റെന്നുള്ളതിന് കറക്റ്റായിട്ട് നമുക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റും അതെന്തായിരുന്നു സിറ്റുവേഷൻ. അതേപോലെ തന്നെ ഈ സിറ്റുവേഷൻ കുറച്ച് കഴിയുമ്പോഴായിരിക്കും എനിക്ക് അതിനെക്കുറിച്ച് കുറച്ചും കൂടി ഒരു വ്യക്തമായ ചിത്രം എൻ്റെ ഓർമ്മയിലും വരുന്നത്. ആ സമയത്തായിരിക്കും അത് എഴുതാൻ ഏറ്റവും നല്ലത്. ഇപ്പോൾ ഒന്നും ചാടി കയറി ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ഈ ലോകത്ത് ഇതിലും എന്തോരം ഇഷ്യൂസ് ഉണ്ട്. ഇത് മാത്രമില്ല, ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിച്ചത് എൻ്റെ വീട്ടുകാർ, അച്ഛനും അമ്മയാണ്. അവരൊരു ദിവസം രാവിലെ TV തുറന്ന് നോക്കുമ്പോൾ കാണുന്നത് ഈ വാർത്തയാണ്. അതെങ്ങനെയാണ് അവർ ആ സമയം കടന്നു പോയതെന്ന് എനിക്ക് ഒരിക്കലും ആലോചിച്ചിട്ട് ഇതുവരെ ഒരു എത്തും പിടിയും കിട്ടിയിട്ടില്ല. എങ്ങനെയാണ് അതിനെ അവർ ഓവർകം ചെയ്തത്. വീട്ടിൽ നിന്ന് പോയൊരു മകനെ കുറിച്ച് രാവിലെ എല്ലാ ചാനലിലും കാണിക്കുന്നത് കാണുമ്പോഴേ. സിനിമ ന്യൂ ജനറേഷൻ ആണെങ്കിലും അല്ലെങ്കിൽ ഇങ്ങനത്തെ എല്ലാം ഭയങ്കര സ്പീഡായിട്ടുള്ളൊരു ലോകമാണെങ്കിലും നമ്മൾ അനുഭവിക്കുന്ന ഇമോഷൻസൊക്കെ ആദ്യ മനുഷ്യൻ്റെ അതേ ഇമോഷൻ തന്നെയാണ്. പിന്നെ അതിൻ്റെ ടൈം പീരീഡിന് ചിലപ്പോൾ എന്തെങ്കിലും ഇത്തിരി വ്യത്യാസം ഉണ്ടായിരിക്കും. നമ്മൾ എല്ലാം ഫാസ്റ്റ് ഫുഡായി, ഇപ്പോൾ എല്ലാം ചെറിയ ഫാമിലീസായി. അപ്പോൾ പണ്ട് നമ്മുടെ വീട്ടിൽ ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ അത് ഒരുപാട് പേര് അറിയുന്നു. ഇന്നത് അത്രയും ലൈഫ് ടൈം ഉണ്ടാവില്ല. ഒരു ഫാമിലിയിൽ 3-4 പേരല്ലേ ഉള്ളൂ, അവരിലുള്ളിൽ ഒതുങ്ങി നിൽക്കും, അല്ലെങ്കിൽ അത് പെട്ടെന്ന് ഇല്ലാതെയോ. അതേപോലെ തന്നെയാണ് കഥകളുടെ അവസ്ഥയും. അതിനും അതിൻ്റേതായൊരു വ്യത്യാസങ്ങളുണ്ടാവും. പണ്ടത്തെ പോലെ തന്നെയല്ല കഥകൾ സംഭവിക്കുന്നത് ഇപ്പോൾ. പക്ഷേ നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്തായാലും ആ മനസ്സിന് അങ്ങനെ അധികം മാറ്റം വന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളെല്ലാം മനുഷ്യൻ്റെതായിട്ടുള്ള സ്വഭാവങ്ങൾക്ക് ഒരു മാറ്റം വന്നിട്ടില്ല. വിശപ്പ് എന്ന് പറയുന്ന സാധനത്തിന് നമ്മൾ ആദ്യത്തെ മനുഷ്യനുണ്ടായ അതേ ആ ഒരു ഇതന്നെയായിരിക്കും വിശപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക്, അല്ലെങ്കിൽ ദാഹം എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്നത്. അത് ഇപ്പോൾ 2015 ആയതുകൊണ്ട് വിശപ്പിനെ നമുക്ക് കുറച്ച് കാണാനോ കൂടുതലാക്കി കാണാനോ പറ്റില്ല. അത് ആദ്യമേ ഉണ്ടായ വിശപ്പ് തന്നെയായിരിക്കും ഇപ്പോഴും ഉണ്ടാവുന്നത്. അപ്പോൾ ഇമോഷൻസിൻ്റെ കാര്യത്തിൽ അങ്ങനെ തന്നെയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ല, ഞാൻ പോയിരുന്ന സമയത്ത് അകത്തായിരുന്ന സമയത്തുണ്ടായിരുന്ന 2 പ്രൊജക്റ്റുകളാണ് എനിക്ക് ചെയ്യാൻ പറ്റാതിരുന്നത്. അവർക്ക് ആ സമയത്ത് തുടങ്ങണമായിരുന്നു. ആ സമയത്ത് തുടങ്ങണം എന്നുള്ളത് കൊണ്ട് അതെനിക്ക് ചെയ്യാൻ പറ്റിയില്ല. അതിനുശേഷം ഉണ്ടായിരുന്ന എൻ്റെ അടുത്ത് വന്നിരുന്നവരെല്ലാവരും ഇപ്പോഴും വരുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇപ്പോൾ സിബി സാറിൻ്റെ പടം അതിനുശേഷം വന്നതാണ്, സൈഗാൾ പാടുകയാണ്.
അതിൻ്റെ ഷൂട്ട് ഒരുവിധം കഴിയാറായി. ഇതിനുശേഷം ഇനി അതാണ് റിലീസ് ആവാനുള്ളത്. അതിനുശേഷം ഇങ്ങനെ ഓരോരോ ലൈൻ ചെയ്തിട്ട് ഓരോരോ പ്രൊജക്റ്റുകൾ ഇങ്ങനെ വരുന്നുണ്ട്.